ഒരു ഈസി ആയിട്ടുള്ളൊരു മാംഗോ പിക്കിൾ ഉണ്ടാക്കാനാണ്. മാങ്ങ വലുതായിട്ട് അരിയാം. വലുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് വയ്ക്കുക, ഇളക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ അച്ചാറിനെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മതി. അതേതൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ കടുക് എടുക്കുക, പിന്നെ ഉലുവ, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇത്രയും മതി, അല്ലാതെ കൂടുതലൊന്നും വേണ്ട. പിന്നെ മുളക് പൊടി വേണമല്ലോ. ഉള്ളി വെളുത്തുള്ളിയൊന്നും എടുക്കേണ്ട. പിന്നെ വിനാഗിരി എടുത്ത് വെച്ചിരിക്കണം. എണ്ണ ഒഴിച്ചിട്ട് കടുക് പിന്നെ ഉലുവ നന്നായിട്ട് പൊട്ടിക്കുക. നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുറച്ച് മസാലയല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. മുളക് പൊടിയേ ഉള്ളൂ. മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ഒന്ന് തീ ഓഫ് ചെയ്ത് വെച്ച ശേഷം വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്ത് വെച്ച ശേഷം ഈ 3 പൊടികളും ചേർക്കണം. ചേർത്ത ശേഷം അതൊന്ന് തീ ഓഫ് ചെയ്ത് തന്നെ ഇരിക്കുകയാണല്ലോ, അതൊന്ന് ഇളക്കി അതിനകത്ത് ആ ചൂടിൽ തന്നെ അത് ഒന്ന് മൂക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, കുറച്ച് മതി, കുറച്ച് വിനാഗിരി അതിനകത്തോട്ട് ചേർക്കുക. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. അപ്പോഴത്തേക്ക് വെള്ളമായില്ല, കരിയില്ല. ഇനി പിന്നെ മാങ്ങ തട്ടിയിടുക. അതിനകത്ത് ഉപ്പിൻ്റെ വെള്ളമെല്ലാം ഉണ്ടാകും, മാങ്ങയുടെ ചാറ് ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഈ മുളക് ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കണം. പിന്നെ എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ശകലം, അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ശകലം പഞ്ചാര തൂകും. പിന്നെ അപ്പോഴത്തെ അച്ചാർ റെഡി. പറക്കി എടുത്ത് കഴിക്കാം, അതിൻ്റെ ഒരു പ്രത്യേകത. കണക്കുകൾ പ്രകാരം 500-ലധികം മൈലുകൾ